بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا هؤلاء قومنا اتخذوا من دونه إلها لقد قلنا إذا شططا هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. كم أبرأت وصبا باللمس راحته وأطلقت أربا من ربقة اللمم وأحيت السنة الشهباء دعوته حتى حكت غرة في العسر الدهم بعارض جاد أو خلت البطاح بها سيب من اليم أو سيل من الأرم دعني ووصفيه آيات له ظهرت ظهور نار القرى ليلا على علمي فالضر يزداد حسنا وهو منتظم وليس ينقص قدرا غير منتظم دامت لدينا ففاقت كل معجزة. علماء
പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ ഏറെ പ്രാധാന്യമുള്ള സൂറത്തുൽ കഹ്ഫ് എന്ന അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രഭാഷണ പരിപാടിയുടെ 2ാം ദിവസമായ ഇന്ന് സംബന്ധിക്കാൻ അനുഗ്രഹിച്ച അള്ളാഹുവിനെ ആദ്യമായി നാം സ്തുതിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم من حفظ 10 آيات من أول سورة الكهف عصم من الدجال. അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 വചനങ്ങൾ ഹൃദിസ്ഥമാക്കിയാൽ, സൂക്ഷിച്ചാൽ, പഠിച്ചാൽ ദജ്ജാലിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുന്നതാണ്. ഇതുപോലെ നിരവധി ഹദീസുകളിൽ മഹത്വങ്ങൾ വാഴ്ത്തിപ്പറഞ്ഞിട്ടുള്ള അൽ കഹ്ഫ് എന്ന അധ്യായത്തിൻ്റെ വാക്യങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ വിശ്വാസികൾ ആഗ്രഹിച്ചു കഴിയുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പദാനുപദം അതിൻ്റെ അർത്ഥങ്ങൾ ചർച്ച ചെയ്യുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഒരു ചർച്ച പണ്ഡിതന്മാർക്കോ അല്ലാത്തവർക്കോ സംഘടിപ്പിക്കുവാൻ സാധിക്കുകയുമില്ല. അതേസമയത്ത് ഖുർആന്റെ ഉള്ളടക്കം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ അടുക്കും തോറും നമ്മുടെ ഹൃദയത്തിൽ ഭക്തിയും വിനയത്വവും മതബോധവും അച്ചടക്കവും ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ഖുർആനുമായി അടുക്കുന്ന ആളുകൾ അതെല്ലാം അനുഭവിക്കുകയാണ്. പണ്ഡിതന്മാരെന്നോ അല്ലാത്തവരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ കൂടുതൽ നന്മ പ്രാവർത്തികമാക്കണമെന്ന വിചാരത്തോടെ വിശ്വാസത്തിൻ്റെ പോരായ്മകൾ നികത്തി കൂടുതൽ ഊർജ്ജസ്വലതയോടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സേവനം ചെയ്യാൻ താൽപ്പര്യം ജനിക്കുകയും ചെയ്യും. ഇൻഷാ അള്ളാഹ് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നാം ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക സമൂഹത്തിലെ എല്ലാ സാധാരണക്കാരെയും മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയുമൊക്കെ ഈ സന്ദേശം കേൾപ്പിക്കുന്നതിൽ നമുക്ക് അതിയായ താൽപ്പര്യവും സന്തോഷവുമുണ്ട്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങളിലേക്ക് വേണ്ടി മാത്രമായി വന്നിട്ടുള്ള ഒരു മതമല്ല. ഖുർആൻ മുസ്ലിംകളിലേക്ക് മാത്രമായി വന്ന ഒരു വേദഗ്രന്ഥമല്ല. ഖുർആന്റെ ലക്ഷ്യം ലോകമെങ്ങുമുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും സത്യത്തിലേക്കും ന്യായത്തിലേക്കും നീതിയിലേക്കും വിളിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ റമളാനിൻ്റെ ഈ പുണ്യ ദിനരാത്രങ്ങളിൽ ഖുർആന്റെ സന്ദേശം മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും അതിന് സമയം കണ്ടെത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം ഖുർആനിലെ വിസ്മയങ്ങൾ എന്നതാണ്. വിസ്മയം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ആ പദത്തിൻ്റെ അർത്ഥം അത്ഭുതം. വിശുദ്ധ ഖുർആനിൽ അജബ് എന്ന ധാതുവിൽ നിന്ന് എടുത്ത 24 പദങ്ങൾ കാണാം. ഉജാബ്, അജീബ്, അജബ്. വിസ്മയം എന്ന് അർത്ഥം പറയാവുന്ന അജബ് എന്ന വാക്കിൻ്റെ വിവിധ ഭാഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി ആവർത്തിച്ച് കാണുന്നു. സ്വാഭാവികമായും
വിശുദ്ധ ഖുർആനിലെ വിസ്മയം എന്താണ് എന്ന് അറിയാൻ നമുക്കൊക്കെ വലിയ താല്പര്യമുണ്ട്. പക്ഷേ തുടക്കത്തിൽ തന്നെ ശ്രോതാക്കളോട് പറയുന്നു, ഖുർആനിലെ വിസ്മയം, ഖുർആനിൽ കാണുന്ന അത്ഭുതം സാധാരണ നമ്മുടെ നാടൻ പ്രയോഗങ്ങളിൽ വരുന്ന അത്ഭുതം അല്ല. കാരണം ഖുർആൻ ഒരു അത്ഭുതങ്ങളുടെ ഗ്രന്ഥമല്ല. നമ്മുടെ നാടൻ ഭാഷയിലുണ്ടല്ലോ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരത്ഭുതം. ചെറിയ വിഷയങ്ങൾ പോലും നാം അതിൽ ഉൾപ്പെടുത്തി പറയാറുണ്ട്. ഒരു മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അതുമായി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തീരെ കാണാത്ത, അതിൻ്റെ പ്രവർത്തനം അറിയാത്ത ഒരു സഹോദരൻ ഞെട്ടിക്കൊണ്ട് പറയാറുണ്ട്, വല്ലാത്തൊരു ഉപകരണം, ഇതിലെന്തൊക്കെയാ ഉള്ളത്? കണക്ക് കൂട്ടുന്നത്, ഫോട്ടോ എടുക്കുന്നത്, പിടിക്കുന്നത്, എടുക്കുന്നത്, ബാങ്ക് വിളിക്കുന്നത്, വല്ലാത്തൊരത്ഭുതം. അത്ഭുതമെന്ന ഈ പദം ആവശ്യത്തിനും ആവശ്യമില്ലാതെയും നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. രഹസ്യം അറിയാത്തതിൻ്റെ പേരിൽ ഒരു വ്യക്തി അയാളുടെ ചില വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനാണ് അത്ഭുതം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലുള്ള ഒരു വേദഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. കാരണം ഈ മൊബൈൽ എന്നത് ഒരു അത്ഭുതമാണോ? അല്ലല്ലോ. അത് ഇറങ്ങിയപ്പോൾ അത് ആർക്കും പിടികിട്ടാത്തൊരു ഉപകരണമായിരുന്നു. പിന്നീട് അത് എല്ലാവരും കൈകാര്യം ചെയ്യാൻ തുടങ്ങി. സാധാരണ നാം പലതിനെയും കുറിച്ച് അത്ഭുതം അത്ഭുതം എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിലുള്ള ഒരത്ഭുതം അല്ല പരിശുദ്ധ ഖുർആൻ. അങ്ങനെ കുറെ അത്ഭുതങ്ങളുള്ള കഥകൾ പറയാനല്ല ഖുർആൻ അവതരിച്ചത്. നമ്മൾ കുട്ടികൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി ചില കഥകൾ കെട്ടിക്കൂട്ടി പറയാറുണ്ട്. അതിൽ കുട്ടികൾക്ക് യാതൊരു ബേജാറും ഭയവിഹ്വതയും തോന്നുന്നില്ല എങ്കിൽ അതിനേക്കാൾ സങ്കീർണമായ മറ്റൊന്ന് കെട്ടിയുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊന്നും പാടില്ലാത്തതാണ്. സത്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന ആശയത്തിന് വേണ്ടി ചില ചിത്രീകരണങ്ങൾ ആകാവുന്നതാണ്. ആ ചിത്രീകരണങ്ങൾ ആകാമോ ഇല്ലേ എന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയുള്ള പ്രഭാഷണ വേളയിൽ പറയാം. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇവിടെ അത്ഭുതങ്ങൾ പറയാൻ വേണ്ടി വന്ന ഒരു വേദഗ്രന്ഥം അല്ല. ഖുർആനിന്റെ ഏറ്റവും വലിയ മഹത്വത്തിന്റെ അടയാളം തന്നെ ഖുർആൻ വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകുന്നു എന്നതാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും സ്ഥാപിക്കുകയോ ആർജിക്കുകയോ ചെയ്യുന്ന ഏറ്റവും മഹത്തായ പ്രതിഫലനങ്ങൾക്കാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഈമാൻ ഉള്ള സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയാണ്. ലിയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ഈമാനുള്ളവർക്ക് സന്തോഷം, സ്വർഗം ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഖുർആൻ വന്നത്. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം. ഓ, എത്ര സുന്ദരമായ അർത്ഥവത്തായ പ്രയോഗം. ഖുർആന്റെ ഒരു ലക്ഷ്യം താക്കീത് നൽകുക എന്നതാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങളെ വേണ്ടാത്ത പരിപാടിയൊന്നും പറ്റുകയില്ല, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ശക്തമായ ശിക്ഷ ലഭിക്കും. എന്നാൽ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ AD 571 സന്ദർഭങ്ങളിൽ അറേബ്യയിൽ 6-ാം നൂറ്റാണ്ടിൽ അവിടെ വ്യാപകമായി മനുഷ്യൻ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ നടക്കുകയായിരുന്നു, അത്ഭുതങ്ങളുടെ പിന്നാലെ നടക്കുകയായിരുന്നു. അത്ഭുതങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിന്നാലെ നടക്കുകയും യാഥാർത്ഥ്യങ്ങൾ മറന്നുപോവുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലെ ജനസമൂഹത്തെ ഉപദേശിച്ചുകൊണ്ടാണ് ഖുർആൻ വരുന്നത്. അവരോടായി പറയുന്നു, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനു പകരം കയ്യും കാലും കണ്ണും മൂക്കുമൊക്കെ ആരോ സങ്കല്പിച്ചു വെച്ച വിഗ്രഹങ്ങളെയും കുട്ടിദൈവങ്ങളെയും നിങ്ങൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ കർത്താക്കളായി സങ്കല്പിക്കുന്നത് ആപൽക്കരമാണ്, അത് അന്ധവിശ്വാസമാണ്. അത്തരം വിചാരങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്, മാ ലഹും ബിഹി മിൻ ഇൽമിൻ,
അവർക്ക് വ്യക്തമായ ഒരറിവും ഇല്ല. അറിവ് എന്ന സാധനമാണ് മനുഷ്യൻ ആർജിക്കേണ്ടത്. ഖുർആൻ വിജ്ഞാനത്തിന് വലിയ സ്ഥാനം നൽകിയ മതമാണ്. അതുകൊണ്ടാണല്ലോ ഈ റമദാനിൽ ഏറ്റവും നല്ല ഈ സമയത്ത് വിജ്ഞാനം പഠിക്കാൻ വേണ്ടി നാം വന്നിട്ടുള്ളത്. ഇൽമ്, വ്യക്തമായ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹം ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ മുൻപിൽ സമർപ്പിച്ച് അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയണം. എന്നാലേ അത് വിജ്ഞാനമാവുകയുള്ളൂ. ഒരു മുസ്ലിം പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പ്രസംഗവേളയിൽ പറയുന്ന ഏതെങ്കിലും ഒരാശയം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് അത് പ്രൂവ് ചെയ്തു കൊടുക്കണം, അത് തെളിയിച്ചു കൊടുക്കണം. അയാൾ അത് ബുദ്ധിപരമായി തെളിയിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത അത്രയും വിശാലമാണ്, വിപുലമാണ്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമാണ് എന്ന് സ്ഥിരീകരിച്ചു കൊടുക്കാനെങ്കിലും അയാൾക്ക് കഴിയണം. അത് കഴിയുന്നില്ല എങ്കിൽ അയാൾ മുസ്ലിം പണ്ഡിതൻ അല്ല. ജനങ്ങളെ കുറെ അത്ഭുതങ്ങളിലേക്ക് ഇങ്ങനെ എടുത്തു കൊണ്ടുപോയത് കൊണ്ടൊന്നും ഇസ്ലാം ആവുകയുമില്ല. ഇസ്ലാം ആകണമെങ്കിൽ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മനുഷ്യ, നിന്റെ കണ്ണും നിന്റെ കാതും നിന്റെ ഹൃദയവും ചോദ്യം ചെയ്യപ്പെടും. നീ മനസ്സിലാക്കണ്ട, നിന്റെ ഈ കണ്ണിനെ പറ്റി ചോദ്യമല്ല എന്ന് നീ മനസ്സിലാക്കരുത്. ഈ കണ്ണിനെ പറ്റി ചോദ്യമുണ്ട്. നീ എന്തെല്ലാം കണ്ടു? നീ എന്ത് കാണാൻ തുനിഞ്ഞില്ല? നീ എന്തെല്ലാം കേട്ടു? നീ ഏതൊക്കെയാണ് കേൾക്കാൻ പോയത്? ഓരോന്നും എന്നോട് ചോദിക്കും. വൽ ഫുആദ, നിന്റെ ഹൃദയത്തെ സംബന്ധിച്ചും ചോദ്യം വരുന്നതാണ്. ആ ഹൃദയത്തിൽ നീ എന്തൊക്കെയാണ് കടത്തി വെച്ചിട്ടുള്ളത്? ഏതെല്ലാം ചിന്തകളാണ് നിന്റെ ഹൃദയത്തിൽ നീ കടത്തിയത്? അതിനെപ്പറ്റി ചോദ്യമുണ്ടാകും. ഗീത ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ പല ചിന്തകൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ ആ ചിന്തകളെ സ്ക്രീൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഗീതയുടെ വചനം മനോനിഗ്രഹ എന്നാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ സ്ക്രീൻ ചെയ്യുമ്പോൾ മാത്രമേ മനുഷ്യൻ സത്യത്തിലേക്ക് എത്തുകയുള്ളൂ. ഗീതയുടെ ആ സന്ദേശത്തെ നാം ആദരിക്കുന്നു, നാം ബഹുമാനിക്കുന്നു. പക്ഷേ ഖുർആനും ഗീതയും തമ്മിലുള്ള വ്യത്യാസം, ചില തത്വങ്ങൾ പറയാനാണ് ഭഗവത്ഗീത ശ്രമിച്ചത്. ഖുർആനാവട്ടെ ആ തത്വങ്ങൾ പറയുക മാത്രമല്ല, അതിൻ്റെ വിവരണങ്ങൾ നൽകുകയും അത് പ്രയോഗതലത്തിൽ കാണിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിന് പരക്കെ ഈ അംഗീകാരവും ഈ സ്വീകാര്യതയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആ ഖുർആനെ സ്നേഹിക്കുന്നവരിൽ, പിന്തുടരുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ചിന്തകളെ സംബന്ധിച്ചും ചോദ്യമുണ്ട്. വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ആരും ധരിച്ചു പോകരുത് എന്തും ചെയ്തു കളയാമെന്ന്. നല്ലൊരു പ്രതിജ്ഞയോടുകൂടിയായിരിക്കണം നമ്മളെ സദസ്സ്, നമ്മളെ ഇരുത്തം നല്ല ചിന്തയോടുകൂടിയായിരിക്കണം. മനസ്സിലേക്ക് കടന്നു വരുന്ന എല്ലാറ്റിനെയും നാം അംഗീകരിക്കരുത്. ചിലതൊക്കെ നമ്മെ അപകടത്തിലേക്ക് നയിക്കും. എപ്പോഴെങ്കിലും ഒരു അത്ഭുതം കാണുമ്പോഴേക്ക് ആ അത്ഭുതത്തിന്റെ പിന്നാലെ നാം പോകരുത്. ഒരു മാജിക് കാണുമ്പോൾ ആ മാജിക്കിന്റെ പിന്നാലെ പോയി നാം സത്യത്തെ വിട്ടുകളയരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം അത്ഭുതം കാണിച്ച ആളാണ്. എന്തൊക്കെ വിസ്മയങ്ങൾ അവിടുന്ന് കാണിച്ചു. ആ വിസ്മയങ്ങളെല്ലാം കാണിച്ചിട്ടും അവിടുന്ന് നൽകിയ ഉപദേശം, ആ ഉപദേശങ്ങളുടെ അർത്ഥവ്യാപ്തിയിലേക്ക് കടന്നു നോക്കുമ്പോഴാണ് ഖുർആന്റെ മഹത്വം. കമ്മ ബറാഅത്ത് വസിബം ബില്ലം സിറാഹതു വഅത്ലഖത് അരിബം മിർബഖത്തിൽ ലമമീ. രോഗികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നാൽ ആ രോഗികളുടെ ശരീരത്തിൽ നബി ഒന്ന് സ്പർശിച്ചാൽ മതി, അവരുടെ രോഗം സുഖപ്പെടുന്നു. ഭ്രാന്തുള്ളവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നാൽ അവിടുന്ന് സ്പർശിച്ചാൽ മതി, അവരുടെ രോഗം സുഖപ്പെടുകയാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കഴിവുകളാണ്. അവിടുത്തെ വിരലുകളിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകിയ സംഭവം സ്വഹീഹായ ഹദീസുകളിൽ കാണാം. ഇന്നും
മദീനത്ത് പോയാൽ മദീന മുനവ്വറയുടെ ചുമരുകളിൽ കാണാം. ആ ചുമരുകളിൽ എഴുതിയിട്ടുള്ള ചില കാവ്യങ്ങൾ മാഞ്ഞു പോയതുണ്ട്. അത് മാച്ചിട്ട് മാഞ്ഞതാണോ സ്വയം മാഞ്ഞതാണോ എന്ന് നാം ചർച്ച ചെയ്യേണ്ടതില്ല. ചില വരികൾ ഇപ്പോഴും അവ്യക്തമായി എവിടെ കാണുന്നു. ആ വരികളിലൊന്നാണ് യാമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിയതൻ മിൻ സുബൈഹി ഫറവൽ ജൈശദൽ അദദി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലിൽ നിന്ന് വെള്ളം ഉറകുപൊട്ടി ഒഴുകി. ആ നബിയുടെ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ കഅബാലയം പണിതപ്പോൾ സ്വന്തം പിതാവിനോടൊപ്പം ആ കഅബാലയത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയായ ഇസ്മായിൽ അലൈഹിസ്സലാം, ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടവരാണ്, പഠിച്ചവരാണ്. ഞാനിതിവിടെ പറയുന്നില്ല. ഇത് കഥ പറയാനുള്ള ക്ലാസ്സുമല്ല, മറിച്ച് ചില വിഷയങ്ങൾ സമർത്ഥിക്കാൻ ചില കഥകൾ പറയുന്നുവെന്ന് മാത്രം. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലിട്ട് അടിച്ച സ്ഥലത്ത് പൊട്ടിയൊഴുകിയ വെള്ളമാണല്ലോ സംസം. ആ സംസം വെള്ളത്തിന്റെ പരിശുദ്ധിയെപ്പറ്റി ലോകത്തിന് തർക്കമില്ല. സംസത്തിന്റെ ഡെൻസിറ്റി, അതിന്റെ സാന്ദ്രത സാധാരണ വെള്ളത്തേക്കാൾ വ്യത്യസ്തമാണെന്ന് ഓറിയന്റലിസ്റ്റുകൾ പോലും സമ്മതിച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ നാടുകളിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ഇസ്ലാമിന്റെ ഭാഷകളെയും പൗരസ്ത്യ മതങ്ങളെയും പൗരസ്ത്യ ഭാഷകളെയും പറ്റി വിലയിരുത്താനും പഠിക്കാനും വേണ്ടി യൂറോപ്പ് സന്നദ്ധമാക്കിയ തയ്യാറാക്കിയ സംഘടിത സ്വഭാവത്തിന്റെ പേരാണല്ലോ ഓറിയന്റലിസം. ആ ഓറിയന്റലിസത്തിന്റെ ആളുകൾ എല്ലാം തൂക്കി നോക്കി കണക്കുകൂട്ടി നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചിട്ട് അവരെത്തിച്ചേർന്നത് സംസം എന്ന് പറയുന്ന വെള്ളം അസാധാരണ വെള്ളമാണ് എന്നാകുന്നു. എങ്കിൽ ആ വെള്ളം ഒരു പ്രവാചകന്റെ കാലിട്ട സ്ഥലത്തു നിന്നാണ് പൊട്ടി ഒഴുകിയത് എന്ന് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. സ്വഹീഹുൽ ബുഖാരിയിൽ പല സ്ഥലങ്ങളിലായി ആ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. എങ്കിൽ ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ അറേബ്യയിൽ ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു മറ്റൊരു കഴിവ് നൽകി. അതാണ് ആ നബിയുടെ കയ്യിൽ നിന്ന് പൊട്ടി ഒഴുകിയ വെള്ളം. ആ രണ്ട് വെള്ളങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലിൽ നിന്ന് പൊട്ടിയൊഴുകിയ വെള്ളമാണ് സംസമിനേക്കാൾ മഹത്വമുള്ളത് എന്ന് ഉലമാക്കൾ സമർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. വഹയത്തി സനത അശ്ഹബാ ദഅവതുഹു ഹത്താ ഹക്കത ഖുറതൻ ഫിൽ അസ്രി ദുഹുമി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുയായികളിൽപ്പെട്ട ചിലർ വന്ന് ആവശ്യപ്പെട്ടല്ലോ, ഹലക്കത്തിൽ അംവാൽ, സ്വത്തൊക്കെ നശിച്ചിരിക്കുന്നു, നാടാകെ നശിക്കുകയാണ്, വെള്ളത്തിന്റെ തടാകങ്ങൾ വറ്റി വരണ്ടിരിക്കുന്നു, മഴ വേണം. അൽ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ മിമ്പറിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ അസ്ഖിനാ, അല്ലാഹുമ്മ അസ്ഖിനാ. മഴ പെയ്തു. സുബ്ഹാനല്ലാഹ്, എന്തു മഴയാണ്! ആ മഴ അങ്ങ് ഒലിച്ചപ്പോൾ ആകാശത്ത് ഒരു കാർ മേഘത്തിന്റെ ഒരു ചെറിയ ചീന്ത് പോലും ഇല്ലാത്ത സമയം ആകാശത്തിലേക്ക് ചൂണ്ടി മഴ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മഴ പെയ്തു. ഒരാഴ്ച ആ മഴ നിലനിൽക്കുകയും മഴ വർദ്ധിച്ചു എന്ന പരാതി ഉണ്ടാകാൻ മാത്രം വെള്ളം വ്യാപിക്കുകയും ചെയ്ത സംഭവം ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അത്ഭുതമാണ്, വിസ്മയങ്ങളാണ്. അത്ഭുതങ്ങളുടെ പിന്നാലെ നാം പോകരുത് എന്നും ആ നബി നമുക്ക് പറഞ്ഞു തരികയാണ്. പിന്നെ എന്തിനീ അത്ഭുതം? ഈ അത്ഭുതമെല്ലാം കാണിച്ചത് അത് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇത് മാത്രമൊന്നുമല്ല, നിരവധി നിരവധി സംഭവങ്ങൾ ആ നേതാവിൽ നിന്ന് ഉണ്ടായി. ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് മാത്രം തികയുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ സദസ്സിലേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് ക്ഷണിക്കുകയാണ്. നബിയെ, ചെറിയൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് വല്ലാതെ വിഷമിക്കുന്നത് കാണുമ്പോൾ
ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമാണ്, ഒന്ന് വന്ന് കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പാവപ്പെട്ട ആളുകളുടെ ക്ഷണം സ്വീകരിച്ച് പരിചയമുള്ള, പാവങ്ങളോട് അനുകമ്പ കാണിക്കണമെന്ന് പഠിപ്പിച്ച നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിറിന്റെ വീട്ടിലേക്ക് പോയി. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. കുറച്ച് ഭക്ഷണമേ ഉള്ളൂ. നബി എന്താ ചെയ്തത്? തൻ്റെ കൂടെയുള്ള 1000-ലധികം വരുന്ന അനുയായികളോട് പറയുകയാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വഹാബിമാരെ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണം. ജാബിറിന്റെ വീട്ടിൽ ഒരു സദ്യയുണ്ട്. ആ വലിയ ആൾക്കൂട്ടത്തെയും വഹിച്ചുകൊണ്ട് നേതാവ് ആ വീട്ടിലേക്ക് കയറുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ബേജാറാവുകയാണ്. എന്താണ് ചെയ്യുക? 2-3 ആൾക്കുള്ള ഭക്ഷണം തിന്നാൻ 1000-ലധികം ആളുകൾ ക്യൂ ആയിട്ട് വരികയാണ്. ആരോട് ഈ സങ്കടം പറയും? ആകെ വഷളാകുമല്ലോ. ഇവിടെയെല്ലാം ഇന്നാലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ വയൗമ യഖൂമുൽ അശ്ഹാദ്. ഇന്നാലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ വയൗമ യഖൂമുൽ അശ്ഹാദ്. ഈമാനുള്ള എല്ലാ വ്യക്തികളെയും അല്ലാഹു സഹായിക്കും. അതിന് നിങ്ങളുടെ അത്ഭുതമെന്ന് പേരിട്ടാലും ഇല്ലെങ്കിലും മുഅ്മിനീങ്ങളെ അല്ലാഹു സഹായിക്കും, മുർസലീങ്ങളെ അല്ലാഹു സഹായിക്കും. മുർസലീങ്ങളെ അല്ലാഹു സഹായിച്ചിട്ടുണ്ട്, പ്രവാചകരെ സഹായിച്ചിട്ടുണ്ട്. എങ്കിൽ ആ പ്രവാചകന്മാരെ പാത സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളെയും അല്ലാഹു സഹായിക്കും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹുവിൽ ബരമേൽക്കുന്നവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. സ്വന്തം മക്കളെ കെട്ടിക്കേണ്ട ബേജാറുകാർ, രോഗം മാറണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നവർ, സന്താനങ്ങളൊന്ന് നന്നാകണമെന്ന് വല്ലാതെ ആശിക്കുന്നവർ, ഒരു വീട് വെച്ച് സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒരു ജോലി കിട്ടിയാൽ റബ്ബേ രക്ഷപ്പെടുമെന്ന് കരുതുന്നവർ, എല്ലാ ബേജാറുകാരോടും അല്ലാഹു പറയുന്നു, ഒരായുധം നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ, ഈമാൻ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ, സൽക്കർമ്മം നിങ്ങളുടെ കൂടെയുണ്ട് എങ്കിൽ, നോമ്പ് നിങ്ങൾ നോൽക്കുന്നുണ്ട് എങ്കിൽ, നിസ്കാരം നിങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ ഭയപ്പെടണ്ട. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ വയൗമ യഖൂമുൽ അശ്ഹാദ്. അല്ലാഹു സഹായിക്കും. അല്ലാഹു ആ സഹായം നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച നാട്ടിലും ഗൾഫിലുമൊക്കെയുള്ള നിരവധി ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം വാരിക്കോരി ഗുണങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ ആളുകൾ 1000 ചില്ലുവാന ആളുകൾ ആ വീട്ടിലേക്ക് കയറി വരുന്നത് കാണുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്, പുന്നാര നബിയെ, സംഗതി അപകടമാണ്. നിങ്ങളോടൊപ്പമുള്ള ഈ ആൾക്കൂട്ടത്തെ ഭക്ഷിക്കാൻ ഇത് മതിയാവുകയില്ലെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഭക്ഷണമുണ്ടാക്കിയ പാത്രം, ചട്ടി, അത് അടുപ്പിൽ നിന്ന് എടുത്തു മാറ്റാതെ അവിടെ നിലനിർത്തുക. ഞാൻ അങ്ങോട്ട് കയറാം. അള്ളാഹുവിന്റെ ഹബീബ് അതാ വീട്ടിലേക്ക് കയറുന്നു. ഫബസഖാ, ആ പാത്രത്തിലേക്ക് അവിടുന്ന് ഊതുന്നു. ഊതിയപ്പോൾ ആ ഭക്ഷണം വർദ്ധിക്കുകയാണ്. വമിനൽ യസീരി സഖാ വഅത്അമ ജൈശഹു ഹത്ത ഇക്തഫൗ വയസീറു ലം യൻഫദി. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടും ആ പാത്രത്തിലെ ഭക്ഷണം പിന്നെയും ബാക്കിയാണ്. വിസ്മയങ്ങൾ, വിസ്മയങ്ങൾ, ധാരാളം അത്ഭുതങ്ങൾ ആ നബി ലോകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത്ഭുതങ്ങളുടെ പിന്നാലെ എൻ്റെ അനുയായികൾ, എൻ്റെ സമുദായം അതിൻ്റെ പിന്നാലെ അങ്ങ് ചേക്കേറിപ്പോയാൽ ബുദ്ധിപരമായ മികവുകളും ഗവേഷണപരമായ നിലപാടുകളും സമുദായത്തിന് കുറഞ്ഞു പോകുമെന്ന് അവിടുന്ന് ഭയപ്പെടുകയാണ്. അതുകൊണ്ട് അവരോട് പറയുന്നു, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തണം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹി അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഖിലൂൻ. ഖുർആൻ പറയുന്നു, ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും
മോശമായ ആളുകൾ ആരാണ്? ഏറ്റവും മോശമുള്ള ജീവി ഏതാണ്? അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത ജീവിയുടെ പേര് പറയുക. മൃഗം, ഏതെങ്കിലും ഒരു മൃഗത്തെ ചൂണ്ടിക്കാണിച്ച് അത് മോശമാണെന്ന് പറയാൻ നിർവാഹമില്ല. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുമ്പോൾ അതിൽ ഇടയ്ക്കൊരു പട്ടി കയറി വരാനുണ്ട്. ആ പട്ടിയെ ആദരിക്കാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ മ്ലേച്ഛമാണ്, തൊടാൻ പാടില്ലാത്തതാണ് എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള ആ പട്ടിക്ക് പോലും അതിന്റെ നിലപാട് നന്നായപ്പോൾ സ്വീകാര്യതയും ബഹുമാനവും നൽകണമെന്നാണ് ഖുർആൻ പറയുന്നത്. എങ്കിൽ പിന്നെ ഏറ്റവും വൃത്തികെട്ട ജീവി ഏതാണ്? അത് അസ്സുമ്മു. ഖുർആൻ പറയുന്നു, കേൾക്കേണ്ടത് കേൾക്കാതെ വാശി പിടിച്ച് കൂടുന്നവനാണ് വാശിക്കാരൻ. കേൾക്കേണ്ടത് കേൾക്കാൻ തയ്യാറാവാതെ കൂടുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളെ കാത് നമ്മളൊന്ന് തുറന്നു വെക്കണം. ഈ റമദാന്റെ കാലഘട്ടത്തിൽ കാത് തുറന്നു വെക്കണം. റമദാൻ കഴിഞ്ഞാലും കാത് തുറന്നു വെക്കണം. ആ കാത് കൊണ്ട് ഹക്ക് കേൾക്കണം. അൽ ബുക്കുമു, പറയേണ്ടത് പറയണം. സ്വന്തം ഭാര്യയോടും മക്കളോടും ഉപദേശിക്കേണ്ടത് ഉപദേശിക്കണം. അയൽവാസികളെ ഉപദേശിക്കണം. അവരിലുള്ള അധർമ്മങ്ങൾ തിരുത്തണം. അവരെന്തെങ്കിലും കരുതുമോ എന്ന് വിചാരിച്ച് പറയാതിരുന്നുകൂടാ. അൽ ബുക്കുമു അല്ലദീന ലാ യഖിലൂൻ, ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കാത്തവൻ അവൻ ഏറ്റവും ദുഷ്ടനാണ്. അപ്പോൾ അത്ഭുതങ്ങളെ ഒരു ഭാഗത്ത് സ്വീകരിക്കാം, ആ അത്ഭുതങ്ങളെ കണ്ട് ഈമാൻ കൊള്ളാം. പക്ഷേ പഠനങ്ങളെ നാം മറന്നു പോകരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു വലിയ സംഭവം നടന്നു. സൂര്യഗ്രഹണം. ഈ കാലഘട്ടത്തിലും സൂര്യഗ്രഹണം ഉണ്ടായാൽ നമുക്കത് വാർത്തയാണ്, പത്രങ്ങളിൽ വലിയ ന്യൂസാണ്. നേരത്തെ തന്നെ പത്രങ്ങൾ പറയും ഇത്രാം തീയതി സൂര്യഗ്രഹണം ഉണ്ടാവാൻ പോവുകയാണ്, അതുകൊണ്ട് പുറത്തിറങ്ങരുത് എന്നൊക്കെ നേരത്തെ ശാസ്ത്രജ്ഞന്മാർ നിർദ്ദേശം നൽകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അത് സംഭവിക്കുകയാണ്. അത് സംഭവിച്ചന്ന് വൈകുന്നേരം വരെ സൂര്യന്റെ വെളിച്ചമില്ല. പിറ്റേന്ന് കാലത്ത് നാം പത്രം എടുത്തു നോക്കുകയാണ്. ഇന്നലെ സൂര്യഗ്രഹണം ഉണ്ടായിട്ട് കേരളത്തിൽ, ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് പലയിടങ്ങളിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ നാം പത്രം വളരെ താല്പര്യത്തോടെ നോക്കുകയാണ്. നോക്കുമ്പോൾ കാണുന്നു തിരുവനന്തപുരത്ത് വള്ളക്കടവിൽ, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ ചിന്നക്കടയിൽ, ആലപ്പുഴയിലെ ചേർത്തലയിൽ, മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ, കോഴിക്കോട്ടെ കൊടുവള്ളിയിൽ, അങ്ങനെ ഏതെങ്കിലും പ്രദേശത്ത് ഈ സൂര്യഗ്രഹണത്തിന്റെ അതുമായി ബന്ധപ്പെട്ട നിഷ്കർഷതകൾ പാലിക്കാത്തതിന്റെ പേരിൽ കണ്ണിന്റെ കാഴ്ച പോയവർ, അബദ്ധത്തിൽ വീണവർ, ഇങ്ങനെ കുറെ വാർത്ത നമ്മൾ പത്രത്തിൽ വായിക്കുകയാണ്. അതായത് ഇന്നും അത് ഒരു സങ്കീർണമായ വിഷയമായി കിടക്കുകയാണ് എന്നർത്ഥം. അപ്പോ ഇന്നും സങ്കീർണമാണ് എങ്കിൽ ഒന്ന് നാം മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടം ഏതാണ്? പ്രിയപ്പെട്ട യുവാക്കളെ, സുഹൃത്തുക്കളെ, നബി വരുന്ന കാലം ഏതാണ്? സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, വാഹനത്തിന്റെ സൗകര്യമില്ല, വിദ്യുത് ശക്തിയില്ല, ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും സാങ്കേതികമായ സൗകര്യങ്ങളില്ല. അതൊന്നുമില്ലാത്ത കാലം. മരുഭൂമിയല്ലേ അവരെ ജീവിതത്തിന്റെ മേച്ചിൽപ്പുറം. എഴുതാനും വായിക്കാനുമുള്ള സൗകര്യമില്ല. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിന് സൗകര്യമില്ല. ഒരാൾ ഒരു വാർത്ത അറിഞ്ഞാൽ അത് എത്തിച്ചു കൊടുക്കാനുള്ള മാർഗമില്ല. അങ്ങനെ വിഷമിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു ദിവസം, ഒരു സുപ്രഭാതത്തിൽ അതാ ഗ്രഹണം സംഭവിച്ചു. കലണ്ടറിലുണ്ടോ? കലണ്ടർ തന്നെയല്ലല്ലോ, കടലാസിന്റെ കലണ്ടർ ഇല്ല, നേരത്തെ അറിയിക്കാനുള്ള സംവിധാനവുമില്ല. ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആകാശത്ത് സൂര്യന്റെ വെളിച്ചം കാണുന്നില്ല. വശംസു തജ്രീ ലിമുസ്തഖറില്ല ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ, ആ സൂര്യനെ സംബന്ധിച്ച് ഖുർആൻ പറയാതിരുന്നില്ല. നമുക്ക് കാണുമ്പോൾ ഭയം തോന്നുന്ന, നമുക്ക് പിടുത്തം കിട്ടാത്ത ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ ഖുർആൻ മാറ്റിവെച്ചില്ല. അത് മനുഷ്യനതിനെപ്പറ്റി പഠിക്കണമെന്നും അന്വേഷിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ബഗ്ദാദ് കേന്ദ്രമായി ശാസ്ത്ര ഗവേഷണങ്ങൾ ധാരാളം നടന്നു. പക്ഷേ
ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിച്ചേ മതിയാകൂ എന്ന് തീരുമാനിച്ച പടിഞ്ഞാറൻ കൊളോണിയലിസത്തിന്റെ ആളുകൾ, സാമ്രാജ്യത്വ ശക്തികൾ, സൂര്യനുദിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാരായി കൊല്ലങ്ങളോളം ലോകത്ത് തല ഉയർത്തുന്ന ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ അവരെന്ത് ചെയ്തു? അവർ വളരെ നേരത്തെ തന്നെ മുസ്ലിമീങ്ങളോട് യുദ്ധം നടത്തുകയും കുരിശ് യുദ്ധം എന്ന പേരിൽ നൂറ്റാണ്ടുകളോളം മുസ്ലിമീങ്ങളുമായി മൽപ്പിടുത്തം നടക്കുകയും ബുദ്ധിപരമായ ധിഷണാപരമായ ആ ഏറ്റുമുട്ടലുകളിൽ മുസ്ലിമീങ്ങളുടെ ധാരാളം കൃതികൾ അവർ കൈയടക്കിക്കൊണ്ടുപോയി. ടൈഗ്രീസ് നദി, ആ നദിയിൽ അതാ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ ശാസ്ത്രഗ്രന്ഥങ്ങൾ മുഴുവനും അവിടെ കൊണ്ടുപോയി ഇടുകയാണ്, വെള്ളത്തിലിട്ട് നശിപ്പിക്കുകയാണ് താർത്താരികൾ. ആ പുസ്തകത്തിന്റെ കെട്ടുകളുടെ മുകളിലൂടെ നടന്നു പോകാൻ മാത്രം ആ ടൈഗ്രീസ് നദി പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. ആ ശാസ്ത്രത്തിന്റെ പുസ്തകങ്ങൾ മുഴുവനും യൂറോപ്പ് കൊണ്ടുപോയി അത് തട്ടി മിനുക്കി, അതിൽ നിന്ന് അതിൻ്റെ പൊടി തട്ടിമാറ്റി, അതിൽ നിന്ന് പലതും കണ്ടെത്തി. അതാണ് പിന്നീട് കണ്ടുപിടുത്തങ്ങളായി ശാസ്ത്രങ്ങളായി യൂറോപ്പ് മുന്നിൽ കൊണ്ടുവച്ചത്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനാണ് അന്തസ്, അവന്റെ പ്രവാചകനാണ് ആഭിജാത്യം, വലിൽ മുഅ്മിനീൻ ഈമാനുള്ളവർക്കുമാണ്. പക്ഷേ ആ അന്തസ് നിലനിർത്തണമെങ്കിൽ ഈമാൻ വേണം, സ്വാലിഹായ അമല് വേണം, കുട്ടികളെ തഖ്വ വേണം, റബ്ബിനെ ഭയം വേണം. അതിന് പുറമെ ശാസ്ത്രം പഠിക്കണം, ഭൗതികമായ പഠനം വേണം. ഇതെല്ലാം കൂടി നമ്മളെ കൂടെയുണ്ട് എങ്കിൽ ലോകത്തൊരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയുകയില്ല. ആ സൂര്യഗ്രഹണത്തിന്റെ സംഭവം ഉണ്ടായപ്പോൾ അന്നത്തെ ദിവസം തന്നെ മറ്റൊരു സംഭവം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെടുന്നു. ഗ്രഹണം ഉണ്ടായതും കുട്ടി മരിക്കുന്ന ഒരു ദിവസമാണ്. ഒരേ ദിവസം സൂര്യന്റെ ഗ്രഹണം നടക്കുന്നു. അന്ന് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ 17 മാസം മാത്രം പ്രായമുള്ള കുട്ടി മരിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് കൂട്ടി വായിക്കാൻ വളരെ സൗകര്യമാണ്. നമ്മളൊരാളോട് 1000 രൂപ കടം ചോദിച്ചു, അയാൾ തന്നില്ല, തരാതെ അയാൾ പോയി. അയാൾ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്നു, അപകടത്തിൽ പരിക്ക് പറ്റി ആശുപത്രിയിലായി. പിന്നെ ആ വിവരം നമ്മൾ അറിയുകയാണ്. നിങ്ങൾ അറിഞ്ഞോ? നമ്മളെ അഷ്റഫ് ആശുപത്രിയിലാണ്. ഏത്? ആ നമ്മളെ ഹാജിയാര മകൻ. ആ കുറച്ചൊക്കെ അത് വേണം. അതെന്താ? അതൊക്കെ മുഹമ്മദ് കുട്ടിന്റെ പവറാണ്. 1000 രൂപ ചോദിച്ചിട്ട് തന്നില്ല. സൈക്കിളിൽ പോയി ദുരന്തത്തിൽപ്പെട്ടു ആശുപത്രിയിലാണ്, കിടക്കട്ടെ അവിടെ. ഇതൊക്കെയാണ് മുഹമ്മദ് കുട്ടിന്റെ കറാമത്ത്. കണ്ടാ, നമ്മൾ വേഗം ഇതുപോലത്തെ സംഭവങ്ങൾ ചേർത്തി വായിച്ച് നമ്മളെ മഹത്വം ഉണ്ടാക്കാൻ വലിയ വൈദഗ്ധ്യമുള്ള ആളുകളാണ്. ഇതുപോലെ പല വൈദഗ്ധ്യവും തെളിയിച്ച ആളുകളാണ് ഈ ഇരിക്കുന്ന നിങ്ങളും, നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും ഒക്കെ. നമുക്കാരെങ്കിലും ഗുണം ചെയ്തില്ല, അവനെന്തെങ്കിലും പറ്റിയാൽ നമ്മളതിനൊരു ഓമനപ്പേരിടും, പൊരുത്തക്കേട്. ഞാൻ ആ ഗുരുത്തക്കേടും പൊരുത്തക്കേടും ഇല്ല എന്ന് പറയല്ല. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് പിന്നെ അള്ളാഹു നമുക്ക് തരുന്ന ആദരവ്, ആ ആദരവ് മഹത്വമുള്ളതാണ്. അത് നമ്മൾ ഈ ദുനിയാവിൽ അതിന്റെ അവകാശം ഏറ്റെടുക്കുന്നതിന് പകരം നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. ഈ മഹത്വം, കറാമത്ത് നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. വലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞ കറാമത്ത് അനുഭവിക്കാനുള്ളതാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചു. സൂര്യഗ്രഹണവും അന്നാണ്. മക്കത്തുള്ള ചില ആളുകൾ പറയാൻ തുടങ്ങി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ചത് കൊണ്ടാണ് സൂര്യന് ഗ്രഹണം ഉണ്ടായത്, നബിയുടെ കുട്ടി മരിച്ചത് കൊണ്ടാണ് ഗ്രഹണം ഉണ്ടായത്. നബിയുടെ കുട്ടി മരിച്ചു, ഗ്രഹണം സംഭവിച്ചു, അതുകൊണ്ട് ആ നബിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ ഈ ഗ്രഹണം ഉപകരിക്കും. ഇത് നമ്മുടെ ഒരു വിഷയമാക്കി മാറ്റുക. ഇപ്പം നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങിയാൽ ജനക്കൂട്ടത്തെ നമുക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് വേഗം വലിച്ചു കൊണ്ടുവരാൻ കഴിയും. കാരണം വിരോധികളോട് പറയാമല്ലോ, കണ്ടോ, ഞങ്ങളോട് കളിക്കണ്ട, ഞങ്ങളെ നേതാവിന്റെ കുട്ടി മരിച്ചിട്ട് സൂര്യൻ വരെ ദുഃഖിക്കുകയാണ്, അതുകൊണ്ട് ആ നേതാവ് വളരെ മഹത്വമുള്ള ആളാണ് എന്ന് ഈ ചെറിയ നിമിത്തം വെച്ച് പറയാലോ. അങ്ങനെ പറയാൻ വേണ്ടി ഇറങ്ങാമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ദുർബലനല്ല. ആ നബി ഒരിക്കലും ആ അത്ഭുതത്തെ തന്റെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തിയില്ല. മറിച്ച് അവിടുന്ന് പറയുന്നു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാഹ്,
ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. സഹീഹുൽ ബുഖാരിയിൽ കാണാം, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ അടയാളമാണ്. അള്ളാഹുവിന്റെ അടയാളമാണ്. പരിശുദ്ധ ഖുർആൻ മൊത്തം നോക്കിയാൽ മുഅ്ജിസത്ത് എന്ന പദം തന്നെ ഖുർആനിൽ കാണുകയില്ല. ഖുർആനിലുള്ളത് അടയാളമാണ്, ആയത്താണ്. ബുർഹാനുൻ, ആയത്തുൻ, ഇത് പല സ്ഥലങ്ങളിലും കാണാം. അള്ളാഹുവിന്റെ അടയാളമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ എന്ന പദം അലാമത്തുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആലം എന്ന് പറഞ്ഞാൽ ആലമീൻ, കോസ്മോസ്, പ്രപഞ്ചം. സൗരയൂഥമടക്കമുള്ള പ്രപഞ്ചത്തിനാണ് കോസ്മോസ് എന്ന് പറയുന്നത്. അതാണ് ആലമീൻ. ആ ആലമീൻ മൊത്തം അലാമത്തിൽ നിന്നാണ് അത് ഉണ്ടായത്. അലാമത്ത് എന്ന് പറഞ്ഞ അടയാളമാണ്. അപ്പൊ ലോകം മുഴുക്കെ അള്ളാഹു ഉണ്ട് എന്നതിനുള്ള അവന്റെ ആസ്തിക്യത്തിന്റെ അടയാളങ്ങളാണ്. മനുഷ്യനും സൃഷ്ടാവ് ഉണ്ട് എന്നതിലേക്കുള്ള അടയാളമാണ്. ഒരു കമ്പനിയുടെ പേർ ആ കമ്പനിയുടെ ഉൽപ്പന്നത്തിന്റെ മുകളിൽ എഴുതിയാലും ഇല്ലെങ്കിലും ആ കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് എങ്കിൽ ആ പ്രൊഡക്റ്റ് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെ. അപ്പൊ സൂര്യൻ അടയാളമാണ്, ചന്ദ്രൻ അടയാളമാണ്. അതിന് ഗ്രഹണമുണ്ടാകുന്നത് എങ്ങനെയാണ്? സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ചന്ദ്രന്റെ സഞ്ചാരം ഉണ്ടാകുമ്പോൾ ഭൂമിയിൽ കഴിയുന്ന ആളുകൾക്ക് സൂര്യന്റെ വെളിച്ചം പൂർണ്ണമായി ലഭിക്കുകയില്ല. ഇതാണ് സൂര്യഗ്രഹണം. മറ്റൊരു പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം. പക്ഷേ ടെലസ്കോപ്പ് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത, ശാസ്ത്ര സംബന്ധമായ ഗവേഷണങ്ങളൊന്നും പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട്, ലോകമെങ്ങുമുള്ള മനുഷ്യരാശിയോട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഈ ഗ്രഹണവും എൻ്റെ കുട്ടിയുടെ മരണവും തമ്മിൽ ബന്ധമില്ല, മറിച്ച് ഇത് അള്ളാഹുവിന്റെ പ്രതിഭാസമാണ്. ഈ ഗ്രഹണമുണ്ടായാൽ നമ്മൾ എന്താണ് വേണ്ടത്? നമ്മളിത് പ്രകൃതിപരമായ ഒരു പ്രതിഭാസമാണല്ലോ എന്ന് കരുതി അടങ്ങി നിൽക്കാതെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം, ദുആ ചെയ്യണം, ഗ്രഹണത്തിന്റെ നിസ്കാരം നിർവഹിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, പ്രാർത്ഥിക്കണം. ഒരു ദിവസം സൂര്യന്റെ വെളിച്ചമൊന്നു മങ്ങിയാൽ എത്ര വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ് നാം അനുഭവിക്കുന്നത് എങ്കിൽ കൊല്ലം മുഴുവനും വെളിച്ചം ലഭിക്കുന്ന മനുഷ്യ, എല്ലാ ദിവസവും സൂര്യന്റെ പ്രകാശം കൊണ്ട് വളരുന്ന വ്യക്തി, നീ ആലോചിക്കണം, സൂര്യപ്രകാശത്തിന്റെ അളവ് ശരീരത്തിൽ അതിൻ്റെതായ തോതിൽ ലഭിക്കുന്നില്ല എങ്കിൽ ശരീരത്തിന് പല രോഗങ്ങളും വരുമെന്ന് ശാസ്ത്രം പറയുന്നു. എല്ലാ ദിവസവും സൂര്യന്റെ പ്രകാശം അല്പമെങ്കിലും ശരീരത്തിൽ ഏൽപ്പിക്കേണ്ടതാണെന്ന് സയൻസ് പറയുന്നു. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വെളിച്ചം മറ്റേ ഭാഗത്ത് വെളിച്ചമില്ലാതെയും ആയാൽ പാണ്ഡുരോഗം പിടിപെടുമെന്ന് ശാസ്ത്രം പറയുന്നു. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വെയിലിങ്ങനെ കൊള്ളുന്നു, മറ്റേ ഭാഗത്ത് വെയിൽ ഏൽക്കുന്നുമില്ല എങ്കിൽ ശരീരത്തിലെ രക്തത്തിന്റെ ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുകയും ആ വ്യത്യാസത്തിന്റെ പേരിൽ ശരീരത്തിലെ രക്തകണങ്ങളെ ചില പ്രത്യേക ക്ലാവുകൾ ബാധിച്ച് അവിടെ രോഗം സംഭവിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രം പറയുന്നു. എങ്കിൽ ഈ ശാസ്ത്ര സത്യങ്ങളൊക്കെ വളരെ വൈകിയല്ലേ കണ്ടുപിടിച്ചത്? ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെയും മുമ്പ് അവിടുന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളണം, ദുആ ചെയ്തു കൊള്ളണം. ഞാൻ പറഞ്ഞു വരുന്നത്, അത്ഭുതങ്ങൾ ധാരാളം ഇസ്ലാമിക ചരിത്രങ്ങളിലുണ്ട്, ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്. ഈ അത്ഭുതങ്ങളെ പാടെ തള്ളിക്കളയുന്ന ഒരു സമൂഹമല്ല മുസ്ലിംകൾ. അള്ളാഹു അവന്റെ പ്രവാചകന്മാർക്കും സജ്ജനങ്ങൾക്കും ചില അസാധാരണ സംഭവങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അത് ഖുർആൻ നിറയെ അതുണ്ട്. അത്തരം അത്ഭുതങ്ങൾ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളാനും പാടില്ല. അതൊക്കെ സത്യമാണ്, ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിൽ കൊണ്ടുപോയിട്ടില്ലേ? തീ കത്തിയോ? ഇല്ല. എന്താണ് തീ കത്താതിരുന്നത്? തീ കത്തുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഓക്സീകരണം എന്നാണ് അതിന് പറയുക. ഓക്സീകരണം, അതിനാണ് തീക്കത്തൽ. ഓക്സിജനും നൈട്രജനും തമ്മിൽ ചേരുമ്പോൾ തീ കത്തുന്നു. ഭൗതികമായ എല്ലാ പദാർത്ഥങ്ങളിലും
ന്യൂട്രോൺ ഉണ്ട്. ന്യൂട്രോണും പ്രോട്ടോണും കൂടിയ കണികകളാണ് ഭൂമിയിലെ എല്ലാ പദാർത്ഥങ്ങളുമെന്നാണ് ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ. എൻ്റെ ശരീരത്തിൽ ന്യൂട്രോൺ ഉണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ ന്യൂട്രോൺ ഉണ്ട്, മരത്തിലുണ്ട്, ചെടിയിലുണ്ട്, കല്ലിലുണ്ട്, സർവ്വസാധനങ്ങളിലുമുണ്ട്. കല്ലിൽ വരെ ന്യൂട്രോൺ ഉണ്ട് എന്നാണ്. വഖൂദുഹന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. വഖൂദുഹന്നാസ്, ജഹന്നം എന്ന നരകത്തിലിട്ട് കത്തിക്കുന്നത് ആരെയാണ്? മനുഷ്യനെ അതിലിട്ട് കത്തിക്കും. വൽ ഹിജാറ, കല്ലുകളെയും ആ തീയിലേക്ക് വലിച്ചെറിയുന്നതാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, തീയിലേക്ക് വലിച്ചെറിയുന്ന കല്ല് ഏതാണ്? ഗന്ധകത്തിന്റെ കല്ല്. നാളെ ആഖിറത്തിൽ ജഹന്നം എന്ന നരകത്തിലേക്ക് റബ്ബ് വലിച്ചെറിയും കേട്ടോ. നിസ്കരിക്കാത്ത മനുഷ്യനെ ആ നരകത്തിലിടുന്നതാണ്. പാപം ചെയ്യുന്ന മനുഷ്യനെ നരകത്തിലിട്ട് ശിക്ഷിക്കുന്നതാണ്. ആ ശിക്ഷിക്കുന്ന വേളയിൽ നരകത്തിലെ തീ കെട്ടുപോകാതിരിക്കാൻ വേണ്ടി, അത് വളരെ രൂക്ഷമായ രൂപത്തിൽ കത്താൻ വേണ്ടി ഗന്ധകത്തിന്റെ കല്ല് നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. ഗന്ധകത്തിന്റെ കല്ലും അല്ലാത്ത കല്ലുമെല്ലാം അതിലെല്ലാം ന്യൂട്രോൺ ഉണ്ട്. ആ ന്യൂട്രോണിലേക്ക് ഓക്സിജൻ ഒരു പ്രത്യേക അളവിൽ ചെന്നാൽ കത്തൽ സംഭവിക്കുകയാണ്. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ ശരീരത്തെ തീയിൽ വെച്ചാൽ ശരീരം കത്തും. നമ്മളെ ശരീരം തീയിൽ വെച്ചാൽ ശരീരം കത്തും. കടലാസിട്ട് കത്തുന്നത് പോലെ, മരം കത്തുന്നത് പോലെ മനുഷ്യന്റെ ശരീരം കത്തും. ശരീരത്തിൽ ന്യൂട്രോൺ ഉണ്ട്. എങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയായിരുന്നു, വലിയ മഹാനായിരുന്നു, ഒരു പ്രസ്ഥാനമായിരുന്നു, വലിയ ത്യാഗമുള്ള ആളായിരുന്നു, വളരെ അച്ചടക്കമുള്ള ആളായിരുന്നു, പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന നേതാവായിരുന്നു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് രാജാവ് തീയിലിട്ട് കത്തിക്കുമ്പോൾ അദ്ദേഹം കരുതി ന്യൂട്രോണുള്ള ഇബ്രാഹിമിന്റെ ശരീരത്തിലേക്ക് തീ കയറിപ്പിടിക്കുമെന്ന്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇട്ട തീ എന്ത് തീയാണ് ഉമ്മമാരെ? നിങ്ങൾ മനസ്സിലാക്കണം, എത്രയോ മാസങ്ങളോളം കത്തിച്ച് ശക്തി തെളിയിച്ച തീയാണ്. ആ തീയിലേക്ക് ഇബ്രാഹിമിനെ നേരെ ഇടാൻ തന്നെ പട്ടാളക്കാർക്ക് ഭയമാണ്. കാരണം നേരെ അതിലേക്ക് കൊണ്ടുപോയിട്ടാൽ അവരും കത്തിപ്പോകുമല്ലോ. അതുകൊണ്ട് വലിയൊരു ഉപകരണം, ആ ഉപകരണത്തിന്റെ ഒരു അറ്റത്ത് ഇബ്രാഹിമിനെ വെക്കുകയാണ്. എന്നിട്ട് അതിന്റെ മറ്റേ തല അമർത്തുകയാണ്, പ്രസ് ചെയ്യുകയാണ്. പ്രസ് ചെയ്യുമ്പോൾ ഇബ്രാഹിം നബി തീയിലേക്ക് വീഴുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലുള്ള ന്യൂട്രോൺ ആ തീയെ ആകർഷിച്ചില്ല. ഇന്നാ ലനൻസുറു റസൂലന വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമ യഖൂമുൽ അശ്ഹാദ്. എല്ലാ കാരണങ്ങളും ഒത്തിരിക്കുന്നു. എന്നെ തകർക്കാൻ വേണ്ടി ആ വീട്ടുകാരൻ കുറെ കാലമായി പണിയെടുക്കുന്നു. കുറെ കാലമായി അവൻ കുറെ നോക്കി, കുറെ സിഹ്ർ ചെയ്തു നോക്കി, പല ഏഷണിയും പറഞ്ഞുണ്ടാക്കി. ഞാനും എൻ്റെ മക്കളും വളരെ മര്യാദയോടുകൂടി ജീവിക്കുമ്പോൾ, ഞാനും എൻ്റെ ഭാര്യയും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, എന്നോടുള്ള അസൂയയുടെ പേരിൽ എന്നെയും കുടുംബത്തെയും തകർക്കാൻ പല പണിയും അവൻ നോക്കിയെങ്കിലും ഒന്നും സംഭവിക്കൂല. സിഹിർ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലേ ഫലം ചെയ്യൂ. അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ സിഹിർ ഫലപ്പെടുകയില്ല. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, നിങ്ങൾക്കും എനിക്കും ഉണ്ടാകുന്ന ഏതെങ്കിലും വിഷമം നമ്മൾ അയൽവാസി സിഹിർ ചെയ്തിട്ടുണ്ടായതാണെന്ന് വെറുതെ കണക്ക് കൂട്ടി അവനെതിരെ നിഴൽ യുദ്ധം ചെയ്യുവാനും എന്നിട്ട് അതിന് പകരം അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സിഹിർ ചെയ്യാനും നമ്മൾ പോകരുത്. അതൊക്കെ ഇബ്ലീസ് തോന്നിപ്പിക്കുന്നതാണ്. നമ്മൾ നല്ലവരായാൽ, നമ്മൾ നിസ്കരിക്കുന്നവരായാൽ, നമ്മൾ നോമ്പുള്ളവരായാൽ, നമ്മൾ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരായി ജീവിച്ചാൽ, നമ്മൾ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചാൽ, അവരുടെ രാഷ്ട്രീയമോ അവരുടെ ബിസിനസ്സോ നോക്കാതെ ആലിമാണോ സ്വാലിഹാണോ മുത്തഖിയാണോ അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രേമമുള്ളവരാണോ എങ്കിൽ അവരുടെ യാതൊന്നും മഹബത്തിന് തടസ്സമായി കൂടാ. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്
എല്ലാ നന്മയുടെയും ഗുണം ഉള്ളത് കൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിലുള്ള ന്യൂട്രോൺ ഓക്സിജനെ സ്വീകരിച്ചില്ല. എങ്ങനെ സംഭവിച്ചത്? ഇതിനാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഇതാണ് വിസ്മയം. ഈ വിസ്മയത്തിന്റെ പിന്നിലുള്ളത് നേരത്തെ മൊബൈൽ വർക്ക് ചെയ്യപ്പെടായ വിസ്മയമല്ലത്. അത് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അത് അത്ഭുതമായി തുടർന്നത്. അതുപോലെ ഒരു സെറ്റ് നമ്മൾ വാങ്ങി നമ്മളിങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കതൊരു അത്ഭുതമല്ല, ഒരു വിഷയവുമല്ല, ഒരു വിഷയവുമല്ല. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളുകളെ പറ്റി നമ്മൾ പറയും അവനൊരു സാധുവാണ്. ഇത് ശരിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാത്ത, ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്ത ആളെ പറ്റി പിന്നെ പിറ്റേന്ന് നമ്മൾ പറയുന്നത് അയാളൊരു വിഡ്ഢിയാണ്. അപ്പൊ സംഭവം നേരത്തെ ഇത് വിസ്മയമായിരുന്നില്ല, ഇത് മലയാളത്തിൽ നമ്മളെ ഇടയിലുള്ള ഒരു സംസാരത്തിൽ വരുന്ന ഒരു അത്ഭുത പ്രയോഗ.